അവരെ അവിടെ അടക്കുകയും അതിനുശേഷം താൻ കത്തോലിക്ക സഭയിലേക്ക് പോകുകയും മരിക്കുന്ന കാലഘട്ടത്തിൽ തിരുവല്ലായിൽ കത്തോലിക്ക വൈസ്യ അച്ഛന്മാർക്ക് താമസിക്കുന്നതായ ആ സ്ഥാപനത്തിൽ വെച്ച് താൻ മരിച്ചു മാറ്റപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് BC ഗീവർഗീസ് കോറെപ്പിസ്കോപ്പ എന്ന് പറയുന്നത്. ശരിയാ, വാലയലച്ചൻ എന്ന് പറഞ്ഞെങ്കിൽ അറിയത്തുള്ളൂ. വാലയലച്ചൻ ഈ കോലഞ്ചേരിയിലുള്ള ഒരു വാലയലച്ചനല്ല. ഒരച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്ന എന്നെ പോലെ ഒരു ചെറുക്കറുത്ത നിറമൊക്കെയുള്ള ഓർത്തഡോക്സിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറ്റാനി അച്ഛൻ്റെ കൂടെ ഇപ്പോഴത്തെ ബിഷപ്പിന്റെ അപ്പനച്ഛൻ്റെ കൂടെ തച്ച് പഠിച്ച ആ വാലയലച്ചനല്ല, ഇത് വേറൊരു വാലയലച്ചൻ. വാലയലച്ചൻ എന്ന് പറഞ്ഞെങ്കിൽ അറിയത്തുള്ളൂ. അപ്പോൾ അദ്ദേഹമാണ് സൺഡേ സ്കൂൾ പുസ്തകം ആ കാലത്ത് എഴുതി ക്രമീകരിച്ചത്. സൺഡേ സ്കൂൾ പുസ്തകം എഴുതി ക്രമീകരിച്ച അച്ഛൻ്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ പഴയ നിയമത്തിൽ നിന്നും കുറെ പാഠങ്ങളുണ്ട്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ഏത് ക്ലാസ് ആയാലും പുതിയ നിയമത്തിലുമുണ്ട്. അതിൽ പുതിയ നിയമത്തിൽ ഈ ധനവാന്റെയും ദാസന്റെയും പാഠത്തിന്റെ പേര് ധനവാന്റെയും ദാസന്റെയും ഉപമ എന്നാണ്. അങ്ങനെയാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അങ്ങനെ പഠിച്ചിട്ടുള്ളവരും വിശ്വസിക്കുന്നവരും അത് തന്നെ പഠിപ്പിക്കുന്നവരും കാണും. യഥാർത്ഥത്തിൽ അത് ഉപമയാണ്. അത് ഉപമ അല്ല, ഒരു സങ്കല്പ കഥയല്ല, അത് സംഭവ ചരിത്രമാണ്. സംഭവിച്ചിട്ടുള്ള ചരിത്രമാണ് അത്. ഈ സംഭവം മരിച്ചുപോയവരുടെ സംഭവ ചരിത്രം പറയാൻ ആർക്കായി അറിയാവുന്നത്? ജീവനോടിരിക്കുന്നവരുടെ സംഭവ ചരിത്രങ്ങൾ അവർക്കോ അവരുടെ സ്വന്തപ്പെട്ടവർക്കോ ഒക്കെ പറയാനായിട്ട് കഴിയും, ഇല്ലേ? ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ ജീവചരിത്രം എഴുതും. സംഭവ ചരിത്രമല്ല, ജീവചരിത്രം. ഒരൊറ്റ തിന്മയും അതിനകത്ത് കാണത്തില്ല, എല്ലാ നന്മയും അതിനകത്ത് കാണുകയും ചെയ്യും. എന്നാൽ ഈ 64 പുസ്തകമുള്ള വേദപുസ്തകം നിങ്ങൾ വായിച്ചു നോക്ക്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഒരുപിടി ആളുകളുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ജീവചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതകാലത്ത് ചെയ്ത വേണ്ടാധീനങ്ങളും തിന്മകളും പാപങ്ങളും നന്മകളും അതിനകത്ത് ഒരുപോലെ എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വ്യഭിചാരം, ദാവീദിന്റെ ജീവിതത്തിൽ അതേ തുടർന്ന് ഒരു കൊലപാതകം, അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? ലോത്തിനെ നിങ്ങൾക്കറിയാം, അബ്രഹാമിന്റെ സഹോദരപുത്രൻ. ലോത്തിന്റെ ജീവിതത്തിൽ വന്ന എന്താ പറയുന്നത്? ഭയങ്കരമായ മ്ലേച്ഛത. അതെന്തിനാ ഞാൻ കൊടുത്തത്? ഇത് എന്നാ വിരോധമുള്ള വേദപുസ്തകത്തിൽ എഴുതി വെച്ചേക്കണേ? നീ വായിക്കാൻ കൊള്ളില്ലാത്ത, കേൾക്കാൻ കൊള്ളില്ലാത്ത ഈ വിളക്ക് കാര്യങ്ങളൊക്കെ എഴുതാൻ വേറെ ഇതൊരു നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചതാ. പിന്നീടാണ് ഞാൻ ചോദിക്കാൻ പോയത് എന്തുകൊണ്ടാണ്. അപ്പോഴാ പറഞ്ഞത് ഇതിന്റെ പേര് തന്നെ സത്യവേദ പുസ്തകം. അതുകൊണ്ട് ഏത് മനുഷ്യന്റെ ചരിത്രം എഴുതിയാലും ഉള്ളതുപോലെ ഇതിനകത്ത് ആരും അത്ര മിടുക്കന്മാരാകണ്ട. ഇവിടെ മനുഷ്യർക്കെതിരെ തിന്മ കേൾക്കുമ്പോ വിഷമം അല്ലേ? ദൈവത്തിനോ ഏത് മനുഷ്യരെയും നന്മ നന്മയായിട്ട് തിന്മ തിന്മയായിട്ട് പറയുന്നവനാ ദൈവം. ദൈവത്തിന്റെ ആത്മാവ് എഴുതിയാൽ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തിന്റെ ചരിത്രം അവിടെ എഴുതി വെച്ചത്. അബ്രഹാം എത്ര എണ്ണത്തിൽ കൂടെ പോയിട്ടുണ്ടോ ആ കാര്യമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ കൂടെ ആയിരുന്നു, ഒരിക്കൽ ആകാരന്റെ കൂടെ ആയിരുന്നു, മറ്റൊരിക്കൽ കെതൂറായുടെ കൂടെ ആയിരുന്നു. ഇതൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ദാവീദിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശലോമോൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ മറന്നുപോയി. അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇപ്രകാരമാണ് ആ ചരിത്രങ്ങൾ മുമ്പോട്ട് പോകുകയുള്ളൂ. അതുകൊണ്ട് സംഭവ ചരിത്രമാണ്, മരിച്ചവന്റെയും രണ്ട് മരിച്ചവരുടെ സംഭവ ചരിത്രമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ജീവനോടിരുന്നവരെ എഴുതാൻ ഈ ഭൂമിയിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ മരിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ ആർക്കേ അറിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, താൻ ആത്മാക്കളുടെ ഉടയവൻ ആരാ? ദൈവം തമ്പുരാൻ അല്ലേ? ജീവന്റെ മേൽ അധികാരമുള്ളവൻ ആരാ? ദൈവം തമ്പുരാൻ. മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ ആരാ? ദൈവം തമ്പുരാൻ. അതുകൊണ്ടാ ആ ദൈവം തമ്പുരാൻ ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും ഇത് ഉപമയല്ല, ഇത് സങ്കല്പകതയല്ല, ഇത് സംഭവിച്ചിരിക്കുന്ന ചരിത്രമാണ്. സംഭവിച്ചിരിക്കുന്ന ചരിത്രമാണ്. ഇതെല്ലാം കണ്ടും കേട്ടും നടത്തിയ ആള് പിന്നെ മനുഷ്യനായി ഇങ്ങോട്ട് വന്നേച്ച് 33 വയസ്സ് വരെ ജീവിച്ചപ്പോൾ അവസാനത്തെ 3.5 വർഷക്കാലം പാലസ്റ്റൈനിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നടന്ന കാലഘട്ടത്തിലാ ഈ സംഭവം പറഞ്ഞു. അതുകൊണ്ട് ഇതെന്താണ്? ഇത് സംഭവം ചരിത്രമാണ്. ഇത് കർത്താവിന് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ എത്ര ആളുകൾ ഉയർപ്പിച്ചിട്ടുണ്ട്? പ്രവാചകന്മാർ ഉയർപ്പിച്ചിട്ടുണ്ട്, യേശു ഉയർപ്പിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാർ ഉയർപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉയർപ്പിച്ചിട്ടുണ്ടല്ലോ. ആരെങ്കിലും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നവൻ ഈ മരിച്ചിട്ട് ഇത്രയും നാളും എവിടെയായിരുന്നെന്നും എങ്ങനെയായിരുന്നെന്നും എന്നാ അവിടുത്തെ വിശേഷമെന്നും ഇവിടെ വന്ന ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിളിലുണ്ടോ? ഉണ്ടോ?
ഇല്ല. ആ ലാസറ് മരിച്ചിട്ട് അടക്കിയിട്ട് 4-ാം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റത്. എന്നിട്ട് ഒരൊറ്റ മനുഷ്യൻ മാത്രമേ പറഞ്ഞുള്ളൂ, പൗലോസ്, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു. അവൻ ഇന്നേക്ക് 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പക്ഷേ ശരീരം കൊണ്ടാണോ ഞാൻ പോയത്, ഈ ശരീരം ഇല്ലാതെയാണോ പോയതെന്ന് എനിക്ക് അറിയാം. നോക്കിക്കേ, അവൻ വെളിപ്പെടുത്തിയിട്ടും അവന് ഒരു കാര്യം അറിയുന്നില്ല. ഇങ്ങനെയാണോ പോയത്, ശരീരം ഇവിടെ മാറ്റി വെച്ചിട്ടാണോ പോയതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അവിടെ ചെന്ന് ഞാൻ 3-ാം സ്വർഗത്തിൽ ചെന്ന് നോക്കി കണ്ടിട്ട് ഇപ്പോൾ ഇവിടെ വന്ന മനുഷ്യന് സംസാരിക്കാൻ മേലാത്തതും ഉച്ചരിക്കാൻ മേലാത്തതുമായ കാര്യങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇങ്ങോട്ട് പോന്നപ്പോൾ പിന്നെ എനിക്ക് അത് എന്നെ സംസാരിക്കാൻ അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത്രേ പറയാൻ അനുവദിച്ചിട്ടുള്ളൂ. ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് പൗലോസിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ഇന്നത്തെ ദൈവമായി പോകാൻ ഒത്തിരി ആൾ ഉപയോഗിച്ചു വരുവാന്നാ പറയണേ. എപ്പോഴും സംസാരമാണെന്നാ പറയുന്നത്. ഞാൻ ബ്രദർ ദിനകരനെ കുറ്റം പറയുകയല്ല. ബ്രദർ ദിനകരന്റെ മാസികയിൽ എപ്പോഴും കാണാൻ തന്നെ മരിച്ചുപോയ മകൾ ഏഞ്ചൽ എന്നും ഏഞ്ചൽ പ്രത്യക്ഷപ്പെടുകയും ഏഞ്ചലിന്റെ കൂടെ അദ്ദേഹം അങ്ങോട്ട് പോവുകയും ഏഞ്ചൽ ഇങ്ങോട്ട് വരികയും എന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നൊക്കെയും അദ്ദേഹത്തിന്റെ മാസികയിൽ കൂടെ വായിച്ചിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഒന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ബ്രദർ ദിനകരൻ പറഞ്ഞത് നുണയാണെന്നും ചുമ്മാ നുണ പറഞ്ഞതാ, ചുമ്മാ അസത്യം പറഞ്ഞതാണെന്ന് ഞാൻ പറയത്തില്ല. അദ്ദേഹം കണ്ടതും അദ്ദേഹം കേട്ടതും ഒക്കെയാ പറഞ്ഞത്. പക്ഷേ ആര് കാണിച്ചു കൊടുത്തു, എന്ത് കേട്ടു, ആര് കേൾപ്പിച്ചു എന്നുള്ളതെല്ലാം വ്യത്യാസം. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അത് നടക്കത്തില്ല. അതിന്റെ രസകരമായ ഒരു ഭാഗം നിങ്ങളതിന്റെ വിഡ്ഢിത്തരം മനസ്സിലാക്കാനാണ്. ദിനകരന്റെ അടുക്കൽ കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ദിനകരൻ അത് അംഗീകരിച്ചു. അപ്പോ കർത്താവ് അടുത്തങ്ങോട്ട് എന്നുവെച്ച് ഏഞ്ചലിനെ വിളിച്ചു. ഏത്? ഈ മരിച്ചുപോയ ഏഞ്ചല്, നിന്റെ പപ്പയോട് ഞാൻ ഈ കാര്യം പറഞ്ഞത് പപ്പ അംഗീകരിക്കുന്നില്ല. പപ്പയ്ക്ക് സംശയമോ വിശ്വസിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മോൾ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ പപ്പ കേൾക്കും. നീ വേഗം ചെന്ന് ആ കാര്യം ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചു വരാൻ പറ്റും. അപ്പൊ കർത്താവ് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുകയും മോൾ ഇങ്ങോട്ട് വന്ന് അപ്പൊ കർത്താവ് വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ട് എന്താ തടസ്സം പറഞ്ഞത്? അതിനെനിക്ക് പ്രാപ്തിയില്ല വെച്ചേ, കഴിഞ്ഞില്ല വെച്ചേ. പിന്നെ ഇത് സംസാരിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പച്ചന് കൃപാവരങ്ങൾ തന്നിട്ടില്ലേ, അധികാരമുള്ള വഴി തന്നിട്ടില്ലേ, എന്ത് വഴിയാ വെച്ചേ? കൃപാവരങ്ങളിൽ. അപ്പൊ പിന്നെ എന്തിനാണ് സംശയിച്ചേ? അപ്പൊ സംശയിക്കേണ്ട കാര്യമില്ലേ? ഇല്ല. അതൊക്കെ യേശുക്രിസ്തു പറഞ്ഞ് അംഗീകരിക്കണം. എന്നാ അംഗീകരിക്കാൻ പോണേ, എന്നാ ഞാൻ പോവാ പറ്റ. അതങ്ങ് പോയി. ഇവിടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു, കാര്യമില്ല, പോയി ഞാൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താ മക്കളെ ഈ പറയുന്നത്? ദിനകരന്റെ അടുക്കൽ കർത്താവായ യേശു വന്ന് തോറ്റ് കുന്നം പാടിയിട്ട് കർത്താവിന്റെ ഐഡിയ നടത്താൻ തന്റെ മരിച്ചുപോയ കുഞ്ഞുപെണ്ണിനെ ആശ്രയിച്ചു. നിങ്ങൾ ഒരുപക്ഷെ ടി വിയിൽ കൂടെയൊക്കെ ഈ ചാനലിൽ കൂടെയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കാണും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പണ്ട് മറിയം റൈഡിൽ വന്നൊരു ക്രൂസേഡ് നടത്തിയപ്പോൾ ഒരിക്കൽ ഞാൻ പോയി കണ്ടതാണ്. ഞാൻ അതിനുശേഷം കണ്ടിട്ടില്ല, നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംതിങ് റോങ്. താനിത് കാണുന്നു എന്നുള്ളത് ശരിയാ, കേൾക്കുന്നു എന്നുള്ളത് ശരിയാ, ഇത് പറയുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ കാര്യം ശരിയാണോ? കർത്താവ് എടുത്താൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കർത്താവിനേക്കാൾ നല്ല മധ്യസ്ഥ ആരാ? ഏഞ്ചല. ശരിയല്ലേ? ഏഞ്ചല. ഒരു മനുഷ്യൻ ഒന്നുമേലക്കം പോയി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് മടുത്തു പോയി. പിന്നെ ഏഞ്ചലിനെ വിളിച്ച് ഏഞ്ചൽ വെച്ച് വന്നാന്ന് പറഞ്ഞാൽ കുറെ പേര് കൊടുക്കാം. ഇത് ആരും മടുത്തുന്നായി പറഞ്ഞത്? കർത്താവ് മടുത്തു പോയിരുന്നു. ദർശനങ്ങൾ കണ്ട് പ്രവചനങ്ങൾ പറഞ്ഞ് സ്വപ്നങ്ങൾ കണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് എന്നാ പറഞ്ഞത് ആർക്കും അറിയാമല്ലാതെ ചുമ്മാ എട്ടും കൊടുത്ത് ചെയ്യാതെ രാഷ്ട്രീയക്കാരെ പറഞ്ഞെങ്കിൽ ജനം ഒന്നും കഴിയില്ലെന്ന് ചോദിച്ചിട്ട് ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനം ഒരുതരം മരക്കൽ താത്വികത്തിലായതുകൊണ്ട് ഇതെല്ലാം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാ പരമാർത്ഥം. ആര് ദിനകരനല്ല, ആരാ ദൈവത്തിനെതിരായിട്ട്, ദൈവവചനത്തിനെതിരായിട്ട് ഈ ലോകത്തിൽ ആര് പറഞ്ഞാലും പൗലോസ് എന്നാ പറഞ്ഞേ? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് ഇപ്പുറത്ത് മറ്റൊരുത്തൻ വന്ന് അറിയിച്ചാൽ വാനവരെങ്കിൽ ആ ദൂതൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ ഒരിക്കൽ വന്ന് പറഞ്ഞതിന് ശേഷം ഇനി വന്ന് പറഞ്ഞാൽ
ഉണ്ടോ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. വളരെ വ്യക്തമായിട്ട പൗലോസിനായിട്ടുള്ള പാട്ട് യാക്കോബായ സമുദായത്തിൽ എന്നും പാടിയിട്ടുള്ളവരല്ലേ, എന്നും പാടിക്കൊണ്ടിരിക്കുന്നവരല്ലേ. എന്താ പറയുന്നത്? പൗലോസിനെ തന്നെ തോൽക്കട്ടെ, അറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്ന് അറിയിച്ചാൽ താനേൽക്കും സഭയിൽ ശാപം, വാനവരെങ്കിലും ആ മുതൽ താനേൽക്കും സഭയിൽ ശാപം. അപ്പോ സത്യമല്ലാത്തത് പറഞ്ഞാൽ അവൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. സഭയുടെ ശാപമുണ്ട് ഇല്ലേ? ഇത് മാലാഖയായാലും അത് തന്നെയാ ശരി. അതുകൊണ്ട് ഇതിന്റെ ആധികാരികതയെ കുറിച്ചുള്ള ബോധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ചരിത്രം സംഭവ ചരിത്രമാണ്. ഇത് കർത്താവ് അരുളി ചെയ്തതാണ്. കർത്താവിനല്ലാതെ മറ്റാർക്കും ഒരു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവനായി വീണ്ടും സ്വർഗത്തിലേക്ക് കയറിയവനായി കർത്താവായ യേശു അല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ എവിടെ വരെ പോയിട്ടുള്ളൂ? പാതാള പർദീസായിലായിരുന്നു, ഇപ്പൊ മൂന്നാം സ്വർഗത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനി പിതാവിന്റെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് ഒന്നും ആരും കയറിയിട്ടില്ല. ആർക്കും കയറാൻ കഴിയത്തുമില്ല. ആരെങ്കിലും സ്വർഗാരോപണം ചെയ്ത് നമുക്ക് മുന്നേ അങ്ങോട്ട് പോയ ശുദ്ധിമാന്മാരോ ശുദ്ധിമതികളോ ഉണ്ടെന്ന് പറഞ്ഞാലും അത് വെറും പൊളിയാ. എന്റെ കർത്താവല്ലാതെ ആരും അങ്ങോട്ട് കടന്നിട്ടില്ല, കടക്കാനായിട്ട് കഴിയുകയില്ല. ഇപ്പോൾ മൂന്നാം സ്വർഗം വരെ പോകാനായിട്ട് ആത്മാക്കൾക്ക് പറ്റിയിട്ടുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് ധനവാന്റെയും ലാസറിന്റെയും ജീവിതം, മരണം, മരണാനന്തര അനുഭവങ്ങൾ, ഇതായിരുന്നു വിഷയം. ഇത് സംഭവ ചരിത്രമാണ്, സത്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16:19 മുതൽ 31 വരെയാണ് അത് എഴുതിയിരിക്കുന്നത്. 16 മുതൽ 31 വരെ എന്ന് പറഞ്ഞപ്പോൾ എത്ര വാക്യങ്ങളില്ല ആ ചരിത്രം എഴുതിയിരിക്കുന്നത് എന്ന വാക്യത്തിന്റെ എണ്ണം എന്ന് പറയാവൂ? നിങ്ങളിപ്പോ എന്നെ കൊണ്ട് 4ാം ക്ലാസ് പഠിക്കാതെ എന്നെ കൊണ്ട് കണക്ക് കൂട്ടിക്കും. 19 ഉൾപ്പെടെ 31 വരെ ആകുമ്പോൾ എത്ര വാക്യങ്ങൾ ഉണ്ടാകും? 13. ശരിയാ. 14 കൂട്ടി അല്ല 19 കൂട്ടി 31 കൂട്ടുമ്പോൾ എഴുതി നോക്കുമ്പോൾ എത്ര കിട്ടുന്ന യോജിച്ചത്? 13. ശരിയല്ലേ? നിങ്ങൾ 15 എന്ന് പറഞ്ഞാൽ 16 പറഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാ, സോറി. അപ്പോ എത്ര വാക്യങ്ങളുണ്ട്? 13 വാക്യങ്ങൾ. ഞാൻ ഒരു കണക്ക് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഈ 13 വാക്യങ്ങളുള്ള ഈ വേദഭാഗത്ത് 2 മനുഷ്യരുടെ ജീവചരിത്രവും 2 മനുഷ്യരുടെ മരണവും 2 മനുഷ്യരുടെ മരണാനന്തര ജീവിതവുമാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? 13 വാക്യത്തിൽ 2 മനുഷ്യരുടെ ജീവിതം, പിന്നെ അവരുടെ മരണം, പിന്നെ അവരുടെ മരണാനന്തര ജീവിതം. ഇതിൽ ഈ ലോക ജീവിതത്തെ കുറിച്ച് പറയുവാൻ, ഈ 2 മനുഷ്യരുടെ ഈ ലോക ജീവിതത്തെ കുറിച്ച് പറയുവാൻ എത്ര വാക്യങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? വാക്യം തിരിച്ചത് മനുഷ്യരാണെങ്കിലും ആ സംഭവം കർത്താവ് പറഞ്ഞതാണല്ലോ. അപ്പൊ നമുക്ക് പറയുമ്പോൾ കറക്റ്റാ. 2 മനുഷ്യരുടെ ഈ ലോക ജീവിതത്തെ കുറിച്ച് പറയുവാൻ നിങ്ങൾ വേദപുസ്തകം നോക്കിക്കൊണ്ടിരിക്കുക, ആ കൂടെ എഴുതിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചേ. 3 വാക്യം അല്ലേ? 2 മനുഷ്യരുടെ ജീവചരിത്രം, ഈ ലോക ജീവചരിത്രം പറയുവാൻ ആകെ 13 വാക്യങ്ങൾ ഈ വേദഭാഗത്തുണ്ടെങ്കിൽ 13 എത്രയേ കർത്താവ് എടുത്തിട്ടുള്ളൂ? 3 വാക്യം. 13 3 എന്ന് പറഞ്ഞാൽ എന്തോരും? ജയിച്ചോ? ജയത്തിന്റെ കണക്ക് എനിക്കറിയാൻ മേല എങ്ങനെയായി കൂടുന്നതെന്നുള്ളത്. ഈ പള്ളിപ്പുറത്ത് ഒരു കണക്കൊക്കെ ഉണ്ട് പിള്ളേരെ ജയിപ്പിക്കാൻ. 100 ഇത്ര. ഞാൻ പഠിച്ച കാലത്ത് 100-ൽ 35-30 ആയിരുന്നു. എല്ലാ വിഷയത്തിനും 30, ഇംഗ്ലീഷിനും പിന്നെ ഏതാണ്ട് വിഷയത്തിനെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടണമായിരുന്നു. അതാ പാസ് മാർക്ക്. ഇവിടെ പാസ് മാർക്ക് ഉണ്ടോ? നോക്കിയേ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോ മരണത്തിനും മരണാനന്തര ജീവിതത്തിനും ഇപ്പൊ എത്ര വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്? 13-ൽ നിന്ന് 3 പോയാൽ 10. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിൽ ഈ മനുഷ്യൻ ദരിദ്രനാകട്ടെ ധനവാനാകട്ടെ, അങ്ങനെയാണ് 2 മനുഷ്യർ ഇവിടെ വന്നിരിക്കുന്നത്. ഈ 2 മനുഷ്യരുടെ ഈ ലോക ജീവിതത്തിനും അവരുടെ മരണത്തിനും പരലോക ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ എത്രയേ വരെയുള്ളൂ? 13-ൽ
ആയുസ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം നമ്മൾ നോക്കി നടക്കുകയാണ്. സങ്കീർത്തനത്തിൽ ഒരു വാക്യമാണ് 90 സങ്കീർത്തനത്തിൽ 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം. 1000 വർഷത്തോളം അടുത്ത് ജീവിച്ചിരുന്നത് ആദാമും ഹവ്വായും അവിടെ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ കാലഘട്ടം വന്നപ്പോഴത്തേക്കും ആത്മാവിൽ സങ്കീർത്തനക്കാരൻ പറയുക മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം. അത് അത്രയും നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ തന്നെ കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്. ജനിക്കുന്നതിന് മുതൽ മനുഷ്യൻ മരിക്കുക. ഇങ്ങനെ കുറച്ച് വയസ്സ് വരെയൊക്കെ ഗിന്നസ് ബുക്കിലൊക്കെ ഉണ്ട് എത്രയും കൂടുതൽ ജീവിച്ചിരുന്ന കാര്യം. നമ്മുടെ സാജു വർഗീസിന്റെ അപ്പച്ചന് 103 വയസ്സായെന്ന് അവർ പറയുന്നു. ആളുകൾ അമേരിക്കയ്ക്ക് പറഞ്ഞ് സുഖമായിട്ട് അവിടെ ഇരിക്കുന്നു. ഇതിന് മുമ്പ് ഒത്തിരി കാലത്ത് ചെല്ലാൻ പറഞ്ഞാൽ പോകുന്നത്. ഇപ്പൊ 103-ാം വയസ്സില് അപ്പച്ചൻ അമേരിക്കയിൽ പോകണമെന്ന് മെഡിക്കൽ പരിശോധന എല്ലാം കഴിച്ച് ഓക്കെ എല്ലാം ഓക്കെ. അവിടെ ചെന്നിട്ട് ഓക്കെ ഭയങ്കര കൂടുന്നതാണ്. ഭയങ്കര അപ്പച്ചൻ ഓക്കെ അവർക്ക് അവിടെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കില്ല. അല്ലാതെ എന്നാ പറയണേ സായിബച്ചന്റെ അപ്പച്ചൻ 103-ാം വയസ്സിൽ ജീവിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പൊ എങ്ങോട്ട് പറഞ്ഞ അവിടെ കഴിയുക. അപ്പൊ നോക്കി ഇങ്ങനെയൊക്കെ അനുഗ്രഹ ഈ ലോകത്തിൽ കിട്ടും. എങ്ങനെയൊക്കെ കിട്ടിയാലും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിന് അവന്റെ മരണത്തോളം അവന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തോളം വിലയാരും കൊടുക്കുന്നില്ല. ദൈവം തമ്പുരാൻ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആകുന്നു എങ്കിൽ ദൈവത്തിന് വില ലഭിക്കുമാറ് എങ്കിലും ഈ ലോക ജീവിതം നമ്മൾ കരുപിടിപ്പിക്കേണ്ടതല്ലയോ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവൻ നഷ്ടമായാൽ അല്ലെങ്കിൽ തന്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് പ്രയോജനം? മറുപടി എന്താ? ഒത്തിരി പ്രയോജനം എന്നാണോ? ഒരു പ്രയോജനമുണ്ട്. അതല്ലേ ചോദ്യത്തിന്റെ ഉത്തരം. ഒരു പ്രയോജനവും ഇല്ല എന്നാ. അതുകൊണ്ട് 3 വാക്യമാണ് 2 മനുഷ്യരുടെ ഈ ലോക ജീവിതത്തിന് വേണ്ടി വെളിപ്പെടുത്തുവാൻ എന്റെ കർത്താവിന് പ്രസാദം തോന്നിയുള്ളൂ. ഇനി അതിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 2 വാക്യത്തിൽ ധനവാൻ എത്ര വാക്യം എടുത്തിട്ടുണ്ട്? ലാസർ എത്ര വാക്യം എടുത്തിട്ടുണ്ട്? ധനവാന് 1 വാക്യം, ലാസറിനോ 2 വാക്യം. അതെന്താണെന്നറിയാവോ? സകല കുംഭാസും അനുഗ്രഹവും നടന്നവൻ ആര്? ധനവാൻ. പക്ഷെ മരിച്ചപ്പോ പുള്ളി എപ്പോഴാ പോയത്? യാതനാ സ്ഥലത്തേക്ക്. യാതനാ സ്ഥലത്തേക്ക് പോകുന്നവന് ജീവചരിത്രത്തിന് 1 വാക്യവും, പർദീസായിലേക്ക് പോകുന്നവന് എന്റെ കർത്താവ് 2 വാക്യവും എടുത്തിട്ടുണ്ട്. 3 പേർ 2 പേരുടെ കുട്ടിയല്ലേ 3 എന്ന് പറഞ്ഞത്. അതിൽ പാതാളത്തിലേക്ക് പോയവന്റെ ജീവചരിത്രം ജീവചരിത്രം പറയാൻ എന്റെ കർത്താവ് 1 വാക്യം എടുത്തു, 1 വചനം എടുത്തു, 1 വാക്യം. എന്നാൽ ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവനെങ്കിലും അബ്രാഹാമിന്റെ മടിയിലേക്ക് പോയ ലാസറിന്റെ ഈ ലോക യുദ്ധത്തെ കുറിച്ച് പറവാൻ എന്റെ കർത്താവ് എത്ര വാക്യം എടുത്തു? 2 വാക്യം എടുത്തു. ഇത് നമ്മുടെ ബുദ്ധിയും യുക്തിയും ചേരുന്നതാണോ? മിക്കവാറും ഒരു പുസ്തകം മുഴുവൻ ആരുടെ ജീവിതമാണ് നമ്മൾ എഴുതിയാല്? ധനവാന്റെ ജീവിതത്തെ എഴുതിയാല്. ലാസറിന്റെ പറഞ്ഞു കഴിഞ്ഞാലോ ആരെഴുതാൻ പോകും? ഒരു ക്ലാസ്സില് ഒരു വാചകം കുറിച്ചെങ്കിലല്ലാതെ. അപ്പോഴേ ഈ പാതാളത്തിലേക്ക് പോകുന്നവനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല സ്വർഗത്തിന്റെ മുമ്പിൽ. കേട്ടോ, പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ, പുത്രന്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ, ദൈവസഭയുടെ മുമ്പിൽ, ദൈവാത്മാവിന്റെ മുമ്പിൽ, ദൈവവചനത്തിന്റെ മുമ്പിൽ യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? ജീവിക്കാൻ ദൈവം ക്രമ ചെയ്തതുകൊണ്ട് ജീവിച്ചു. അത് നമ്മൾ മാത്രമാണോ ജീവിച്ചത്? നല്ലവരുടെ പേരും ദുഷ്ടന്മാരുടെ പേരും മഴ പെയ്യുകയും പേരുദിപ്പിക്കുകയും മഞ്ഞ് പൊഴിക്കുകയും ചെയ്യുന്ന ദൈവം ജീവിക്കുന്നു. ശരിയല്ലേ? മഴ പെയ്യാനും വെയിൽ കൊള്ളാനും മഞ്ഞ് കിട്ടാനും ആരായിട്ട് ജീവിക്കണം? നീതിമാനായിട്ട് ജീവിക്കണോ? ഒന്നുകിൽ നീതികെട്ടവനായി ജീവിച്ചോ അല്ലെങ്കിൽ നീതിമാനായിട്ട് ജീവിച്ചോ. ഇത് കിട്ടിക്കൊള്ളു. പ്രപഞ്ചത്തിലൂടെയുള്ള നന്മകൾ കിട്ടാൻ ഇവിടെ മനുഷ്യൻ പുറപ്പെടുന്നൊന്നുമില്ല. അത് നിരീശ്വരവാദിക്കും ഈശ്വര വിശ്വാസിക്കും നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഒരുപോലെ ദൈവം തന്റെ സ്നേഹത്താലും കൊടുത്തിരിക്കുക. ന്യായീകരിൽ കാണാമെന്നുള്ള കണക്ക് കൊണ്ട്. അല്ലാതെ നമ്മുടെയൊക്കെ കുമ്പാതുകൊണ്ടാണോ ഈ മഴ പെയ്യണത്? ആണോ വെയിൽ നിൽക്കണത്? ഇവിടെ ഒരു ദൈവവിശ്വാസി താമസിക്കുന്നു, ഇപ്പുറത്തൊരു നിരീശ്വരവാദി താമസിക്കുന്നു, ഇപ്പുറത്തൊരു ദൈവവേദി താമസിക്കുന്നു, ഇപ്പുറത്തൊരു ഹിന്ദു, ഇപ്പുറത്തൊരു മുസൽമാൻ. ഇങ്ങനെയൊക്കെയാ താമസം. ഇതെല്ലാവരുടെ ഒരുമിച്ചല്ലേ കിട്ടുന്നത്. പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട് ക്രിസ്ത്യാനികൾക്ക്. ചില സമയം വരുമ്പോൾ അക്രൈസ്തവർക്ക് ഉണ്ടാകാതിരിക്കുകയും ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുകയും ചെയ്താൽ ക്രിസ്ത്യാനിക്ക് ഒരു ഡിമാൻഡ് ഉണ്ടെന്ന്. ക്രിസ്ത്യാനിയും നാമധായ ക്രിസ്ത്യാനിയും നരകത്തിൽ പോകുമെന്നുള്ളതിനാൽ ദൈവമക്കൾക്ക് ഒരു കുംഭാസമുണ്ട്. എന്റെ വളർത്തിനടുത്ത് മാത്രം ഇതൊന്നും പോയി ചാടിയെങ്കിലും ഈ വെയിലും മഴയും മഞ്ഞും. അപ്പൊ പിന്നെ ഒന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ടോ നമ്മൾ പറയുമ്പോൾ കണ്ടില്ല നിനക്ക് മഴയുണ്ടോ മഞ്ഞുണ്ടോ വെയിലുണ്ടോ അങ്ങനെ ചോദിക്കാൻ നാളെ പൊങ്ങാത്ത വിധത്തിൽ നീതിമാന്റെ പേരും നീതി കെട്ടവരുടെ പേരും പാവികളുടെ പേരും ദുഷ്ടന്മാരുടെ പേരും നല്ലവരുടെ പേരും ഒരുപോലെ ഈ പ്രപഞ്ചത്തിലൂടെ മനുഷ്യരെ
സൗജന്യമായി ഒഴുകി കൊടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രികാലം എല്ലാവരും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ കൊള്ളായിരുന്നു. അതാ ദൈവത്തിന്റെ സ്നേഹം. ദൈവമില്ല എന്ന് പറയുന്നവൻ അവൻ എന്താ പറഞ്ഞത്? ദൈവം ഇല്ല. ദൈവം ഇല്ല എന്ന് പറഞ്ഞ വാചകം തന്നെ ദൈവം അനുവദിച്ച ശ്വാസം കൊണ്ടാണ് അല്ലേ? ദൈവം മൂക്കിൽ ഊതിക്കഴിഞ്ഞ ജീവശ്വാസം കൊണ്ട് തന്നെ പറയുകയാണ് ദൈവം ഇല്ല എന്ന്. അതിനുപോലും എന്റെ ദൈവം കൃപയാൽ അനുവദിച്ചിരിക്കുന്നു. അതാ ദൈവത്തിന്റെ സ്നേഹം. ആകയാൽ ധനവാന്റെ ജീവിതത്തെ കുറിച്ച് പറയാൻ ഒരു വാക്യവും ലാസറിന്റെ ജീവിതത്തെ കുറിച്ച് പറയാൻ 2 വാക്യവും എടുത്തു. അത്രയേ ഉള്ളൂ. പാതാളത്തിലേക്ക് പോകുന്നവന്റെ കാര്യം അത്ര മാത്രമേ പറയത്തുള്ളൂ. പർദീസായിലേക്ക് പോകുന്നവന്റെ കാര്യം 2 വാക്യം എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പരലോക ജീവിതത്തെ കുറിച്ച് പറയാൻ പോയി എത്ര വാക്യം എടുത്തിട്ടുണ്ട്? മരണം മുതൽ മരണാനന്തര ജീവിതം വരെയുള്ള കാര്യം പറയുവാൻ 13-ൽ 3 പോയാൽ എത്ര എടുത്തിട്ടുണ്ട്? 10 വാക്യം. ആ 10 വാക്യത്തിൽ ധനവാന്റെ ജീവിതത്തെ കുറിച്ച് അല്ല, ധനവാന്റെ മരണത്തെ കുറിച്ച് പറയുവാൻ ഒരു വാക്യം. നീ 2 പേര് മരിച്ചത് മരണത്തെ, ധനവാന്റെ മരണത്തെ കുറിച്ച് പറയാൻ എത്ര വാക്യം എടുത്തിട്ടുണ്ട്? ഒരു വാക്യം. നിങ്ങളത് കണക്കിട്ട് നോക്കിക്കൂ. ദരിദ്രന്റെ മരണത്തെ കുറിച്ച് പറയാൻ എത്ര വാക്യമേ ഉള്ളൂ? ഒരു വാക്യം. കാരണം 2 പേരും ഒരുപോലെ മരിക്കുക. മരണം 2 പേർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് ഇനി അതിനകത്ത് എന്നതാ കുട്ടിയെ കുറിച്ച് പറയാനിരിക്കുന്നത്? അതെല്ലാവർക്കും ഒരുപോലെയല്ലേ ഉള്ളൂ. ദൈവം ഉള്ളവരും ഇല്ലാത്തവരും മരിക്കുന്നു. ദൈവമക്കളും അല്ലാത്ത മക്കളും മരിക്കുന്നു. ധനവാനും ദരിദ്രനും മരിക്കുന്നു. മരണം എല്ലാവർക്കും. നമ്മൾ പഠിച്ചല്ലോ, ഒരിക്കൽ ജനനം, ഒരിക്കൽ മരണം, ഒരിക്കൽ ന്യായവിധി, പിന്നെ പാതാളം, പർദീസ, പിന്നെ നിത്യമായ നരകം, നിത്യമായ സ്വർഗം. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് 2 പേരുടെയും മരണത്തെ കുറിച്ച് പറയാൻ ഓരോ വാക്യം. അപ്പൊ 3 2 5 പോയിട്ട് ഇനി എത്രയുണ്ട്? 13-ൽ 8. ധനവാന്റെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയാനും അതുപോലെ ഈ ലാസറിന്റെ ജീവിതത്തെ കുറിച്ച് പറയാനും പിന്നെ എത്ര വാക്യം എടുത്തിട്ടുണ്ട്? ജീവിതത്തെ കുറിച്ചല്ല, പിന്നീടുള്ളതായ അവന്റെ ആ കാര്യാദികൾ. ലാസറിന്റെ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, പിന്നീട് അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസർ എന്തെങ്കിലും പറയുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, സൈലന്റ. പക്ഷെ ആര് പറയുന്നുണ്ട്? അബ്രഹാം പറയുന്നുണ്ട്. അപ്പോ അത് അന്നത്തെ അവരുടെ കണക്കനുസരിച്ച് അബ്രഹാമിന്റെ മടിയിലാണല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ വിചാരിച്ചാൽ മതി, കുഞ്ഞു മടിയിലിരിക്കുന്നു. കുഞ്ഞുപേരാണോ ഈ കാര്യാദികളെല്ലാം പറയുന്നത്? ആരായിരിക്കും അതിനുവേണ്ടി പറയുന്നത്? അമ്മയായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ലാസർ കുഞ്ഞായിട്ടിരിക്കും, അബ്രഹാം വലുതായിട്ടിരിക്കും ചെയ്യുന്നു എന്നുള്ളതല്ല. പക്ഷെ ഇദ്ദേഹം സംസാരിക്കുന്നില്ല, ലാസർ സംസാരിക്കുന്നില്ല. ധനവാൻ അവിടെ കിടന്ന് പറയുന്ന കാര്യങ്ങൾ അത് 4 വാക്യമുണ്ട്. മറുപടി കൊടുക്കുന്നതും 4 കാര്യങ്ങളുണ്ട്. മറുപടി കൊടുക്കുന്നത് ആർക്ക് വേണ്ടി കേട്ടാ? അതാ പർദീസായ്ക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അബ്രഹാമിന് വേണ്ടി കേട്ടാണ് അത് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്രകാരം ആണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ആ വേദഭാഗം ഒന്ന് വായിച്ചു തന്നാൽ, വളരെ വേഗത്തിൽ ഒന്ന് വായിച്ചു തന്നാട്ടെ. മതി. ആ വേദഭാഗത്ത് എന്താ പറയുന്നത്? ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് പറഞ്ഞു. പേര് കർത്താവിന് അറിയാൻ വരാനാണോ? അല്ല. പാതാളത്തിൽ കിടക്കുന്നവന്റെ പേര് പറയാൻ എന്റെ കർത്താവിന്റെ നാക്കിൽ ശക്തി. തെറ്റിദ്ധരിക്കരുത്. കർത്താവിന്റെ നാക്കിൽ ശക്തി ഇല്ലാന്നല്ല, കർത്താവിന് ഇഷ്ടമല്ല. അവൻ അഡ്രസ് ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അവന്റെ അഡ്രസ് എല്ലാവരും ഒഴിവായിരുന്നല്ലോ. പിന്നെ കർത്താവിന് ഒരു കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട്. ധനവാനായ ഒരു മൃഗം ഉണ്ടായിരുന്നെന്ന് പറയാതെ ധനവാനായ ഒരു മനുഷ്യനെന്ന് തന്നെ പറഞ്ഞു. അവൻ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. അതാ മൃഗം പറഞ്ഞപ്പോ ഹെരോദരാജാവിനോട് കർത്താവ് നേരിട്ട് പറഞ്ഞ ആളുകളോട്, ഹെരോദരാജാവ് 3-4 ദിവസമായി നിന്നെ തെരുതരെ അന്വേഷിക്കുന്നു. ആ കുറുക്കനോട് പോയി, ഞാൻ ഇന്നും നാളെയും പ്രവർത്തിച്ച് മറ്റന്നാളങ്ങ് തീരുമെന്ന് പറഞ്ഞേ. ആ കുറുക്കനോട് ഹെരോദാവിനെ കർത്താവിനെയാണ് വിളിച്ചത്. യജമാനെ ചക്രവർത്തി തീരുമാനം എന്നൊക്കെ എല്ലാവരും വിളിച്ചോണ്ടിരുന്നപ്പോ കർത്താവ് എന്ന് ചക്രവർത്തി തീരുമാനം ഒന്നും വിളിച്ചില്ല. കാരണം യേശുവിനെ കൊല്ലാനാണ് പ്ലാൻ അന്വേഷിച്ചത്.
പുല്ല് തിരിച്ചവനല്ലേ ഇവിടെ തമ്പുരാൻ. നെബൂഖദ്നേസറിനെ പുല്ല് തിരിച്ചവനല്ലേ, കാളിയാക്കിയവനല്ലേ ഇവിടെ തമ്പുരാൻ. എന്നിട്ട് അവൻ അനുതാപം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവനെ മനുഷ്യനാക്കി സിംഹാസനത്തിൽ വീണ്ടും ഇരുത്തിയവനല്ലേ ഇവിടെ തമ്പുരാൻ. അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ മൃഗമെന്ന് വിളിക്കാത്തത് വലിയ ഉപകാരം. ധനവാനായ ഒരു മനുഷ്യൻ അഡ്രസ് ചെയ്യില്ല. ആ ധനവാന്റെ ജീവിതത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ധൂമര വസ്ത്രവും പട്ടും. അതെവിടെ കിട്ടും? എനിക്കറിയാവുന്ന അന്നത്തെ കാലത്തെ ധൂമര വസ്ത്രം എന്ന് പറയുന്നതും പട്ടുമെന്ന് പറയുന്നതും ഇന്നത്തെ ധൂമര പട്ടുമൊന്നും അല്ല. ഇത്രയും വിചാരിച്ചാൽ മതി. ചക്രവർത്തിമാർക്കും അതുപോലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും അവർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്ത്രത്തിന്റെ പേരായത് ധൂമര വസ്ത്രവും പട്ടും. അപ്പൊ ഇവരെ കോടീശ്വരനാണ് എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? അപ്പോ അതാണ് ധൂമര വസ്ത്രവും പട്ടും ധരിച്ചുകൊണ്ട്. അടുത്ത വാക്യം എങ്ങനെയാ? ദിനം പ്രതി, ഓരോ ദിവസവും ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ആ വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ഇതാണ് അവന്റെ ജീവിതം. ഇതാണ് അവന്റെ ജീവിതം വെളിപ്പെടുത്തിയത്. ഇവന്റെ പേര് വെളിപ്പെടുത്തിയോ? ഇല്ല. ഇവന്റെ ജീവിതം ഇപ്രകാരമായിരുന്നു. അപ്പൊ ഇവന് എന്തോരം കോടീശ്വരനാണെന്നോ മനസ്സിലായല്ലോ അല്ലേ? പക്ഷെ ഇവനേക്കാൾ കോടീശ്വരനായിരുന്നു അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അവരെന്നാ ചെയ്തേ? അബ്രഹാം തന്റെ സന്താനങ്ങളായിരിക്കുന്ന ഇസഹാക്കിനോടും വാഗ്ദത്തത്തിന് അവകാശികളായ തന്റെ മക്കളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം കൽപ്പനയായി ശില്പിയായി നിർമ്മിച്ചിരിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ സ്വർഗീയ നഗരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക മാത്രമല്ല നിത്യേന, അത് പറയാനാ, ഓരോ ദിവസവും തങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാകുന്നു ഉയർന്ന് ലോകത്തോടേക്ക് വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. അതുകൊണ്ട് ഇവിടെ സ്ഥിരമായി ഒരു വീട് പണിയാൻ ആരും ഉണ്ടാക്കിയില്ല. അബ്രഹാം ഉണ്ടാക്കിയില്ല. മരിക്കുന്നിടം വരെ അബ്രഹാം മരിക്കുന്നിടം വരെ എവിടെയാ പാർത്തുകൊണ്ടിരുന്നത്? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടിരുന്നു. പക്ഷെ തനിക്ക് അവകാശമായി കിട്ടി പാലും തേനും ഒഴുകുന്ന പഴയ നിയമ ഖനാൻ, പുതിയ നിയമ ഖനാൻ. പുതിയ നിയമ ഖനാനിൽ യഹൂദ്യ, ശമരിയ, ഗലീല എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേറ്റ്, 3 ജില്ലകളുള്ള ഒരു ചെറിയ സ്റ്റേറ്റ് അന്നും ഇന്നും. അതാ ഖനാൻ. അതിന് ഇപ്പോഴത്തെ പേര് പാലസ്തീൻ. പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. ഇത് അവകാശമായി കിട്ടിയവനാ പറയുന്നത്. പാലും തേനും ഒഴുകുന്ന നാട്ടിലുള്ളവനാ പറയുന്നത്, ഞാൻ കൂടാരങ്ങളിൽ പാർക്കുകയാണ്. എനിക്ക് ഈ ഭൂമി ദൈവം ദാനമായി തന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുക. പക്ഷെ എനിക്കിത് ആവശ്യമില്ല. എനിക്ക് ഏതാ വേണ്ടത്? വരാനിരിക്കുന്ന ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള സ്വർഗീയ നഗരം മതി എനിക്ക്. ഞാൻ അതും ആ പ്രത്യാശയിലൂടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, എന്റെ മക്കൾ സുഖിക്കട്ടെ എന്ന് വിചാരിച്ചില്ല. ഞാൻ എന്റെ മകനായ ഇസ്ഹാക്കിനോടും അവന്റെ കൊച്ചുമകനായ യാക്കോബിനോടും